നീ എന്താടി ജാനിമോളെ ഇരുട്ടത്ത്? ഒന്നുമില്ല അങ്കിളെ, വെറുതെ ഓരോന്ന് ആലോചിച്ച് നടക്കുകയായിരുന്നു. നിനക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്ത് ടെൻഷൻ? എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവൾ എന്നെ ഞെട്ടിച്ചു. ആ മീര ഭാസ്കർ. എന്തോരടി? അവള് ഞാൻ വിചാരിച്ചതിൻ്റെയൊക്കെ അപ്പുറത്ത് പോയി. നീ കാര്യം പറ. എന്റെ പഴയ കൂട്ടുകാരിയില്ലേ സരിക, അവളെ ചെന്നുകൊണ്ട് ഇന്റർവ്യൂ ചെയ്തു. അവളെ മാത്രമല്ല, അവളുടെ ബ്രദറിനെ. അഭിജിത്ത് അല്ലേ? നീ കണ്ടോ? ഓ, അപ്പൊ അതാണ് പ്രശ്നം. കണ്ടിട്ട് എങ്ങനെയുണ്ടീ? കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുകയാണോ? ആ ഭാഗമൊന്നും പറഞ്ഞില്ല. അത് അടുത്ത ആഴ്ച. മീരാ ഭാസ്കറിനെ വിളിച്ച് ചോദിച്ചൂടെ? അവർക്കറിയായിരിക്കുമല്ലോ. അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? വ്യക്തമായിട്ടൊന്നും അറിയില്ല. എങ്ങനെ ആ പെണ്ണ് അവരെ കണ്ടുപിടിച്ചു? എവിടെ ഉണ്ട് അവരൊക്കെ? അതൊന്നും അറിയില്ല. നീ ഇത്തിരി സെന്റിമെന്റലായി അല്ലേ? നിന്റെ മനസ്സിലിപ്പോഴും ആ പ്രണയം അവശേഷിക്കുന്നുണ്ടോ? ടി വിയിൽ വീണ്ടും അയാളെ കണ്ടപ്പോ എന്തു തോന്നി? അവരൊക്കെ വേറെ ആളുകളെ പോലെ, വേറെ ഏതോ ലോകത്ത് നിന്ന് സംസാരിക്കുന്നത് പോലെ. പക്ഷെ വളരെ അടുത്ത്. അഭിയേട്ടൻ എന്നെ തിരക്കിയാൽ, എന്നെ തേടിയാൽ, ഏതവസ്ഥയിലാണെങ്കിലും ഞാൻ ഓടിച്ചെല്ലേണ്ടതാ. എന്നിട്ടിപ്പോ എവിടെയോ ഒരു മരവിപ്പ്. അഭിയേട്ടൻ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ ചെയ്യട്ടെ, അതൊന്നും എന്നെ ബാധിക്കില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ.